भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
അലിയാ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാ, ഭാഗവതത്തിൽ അലിയാ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം. ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാ, ഭാഗവതത്തിൽ അലിയാ. ഭാഗവതത്തിൽ അലിയാ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീകൃഷ്ണൻ തൻ്റെ ഹാസം നിറയുമനുപമ സുന്ദര ചുണ്ടിലെന്നും രാഗത്തിൻ തേൻ ചുരത്തും മധുരമുരളിയെ ഞാനിതാ കൈതൊഴുന്നേൻ. സൗകര്യം കിട്ടുമെങ്കിൽ ഭവതി മുരളികയൊന്നു നീ ചൊല്ലിടേണം. ഞാനാകുന്നോരു ജന്മ പശുവിനുടെ കഥ നന്ദജൻ തൻ്റെ കാതിൽ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഭൂലോക വൈകുണ്ഠനാഥനായിരിക്കുന്ന പവനപുരാധീശൻ്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രം ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 861 ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. ചില സാങ്കേതിക കാരണങ്ങളാൽ ഇന്ന് കാലത്ത് ഈ അക്ഷരസപര്യ ഭക്തജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ സാധിച്ചില്ല. ഒരല്പം വൈകിയാണെങ്കിലും കണ്ണൻ്റെ കാരുണ്യം കൊണ്ട് ആ ഭാഗങ്ങളെ അനുസ്മരിക്കുകയാണ്. ഏകാദശ സ്കന്ധം, മുക്തിസ്കന്ധം, അതിൽ ഭഗവദുദ്ധവ സംവാദം, അതിൽ തന്നെ 24-ാമത്തെ അധ്യായത്തിൽ ഇവിടെ ലോക സൃഷ്ടിയെക്കുറിച്ച് ഭഗവാൻ പറയുകയാണ്. സാഖ്യയോഗത്തെക്കുറിച്ച് പറയുമ്പോഴാണ് ബ്രഹ്മാവ് ലോകരൂപനാണെന്നും ആ ബ്രഹ്മാവിൽ നിന്ന് രജോ ഗുണത്തിൻ്റെ ശക്തി കൊണ്ട് ലോകത്തെയും ലോകപാലന്മാരെയും സൃഷ്ടിച്ചു. ഇങ്ങനെയുണ്ടായ ലോകങ്ങളെ ഭൂലോകം, ഭുവർലോകം, സ്വർലോകം എന്നിങ്ങനെ 3ആയി വിഭജിച്ചു എന്ന് പറയുന്നു. പല പേരുകളാൽ പറയപ്പെടുന്ന സകല ജീവജാലങ്ങളും ലോകങ്ങളും എല്ലാം ഈ 3-ൽ ഒതുങ്ങിയിരിക്കണു എന്ന് പറഞ്ഞാണ് നമ്മൾ 11-ാമത്തെ ശ്ലോകം സമർപ്പിച്ചത്. 12-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ദേവാനാമോക ആസീൽസ്വർ ഭൂതാനാം ച ഭുവപദം മർത്യാദീനാം ച ഭൂർലോക സിദ്ധാനാം ത്രിതയാൽപരം. സ്വഹ ദേവാനാം, സ്വർലോകം സ്വർഗലോകം, ദേവന്മാർക്ക് ഓകഹ, ഓക എന്ന് പറഞ്ഞാൽ സ്ഥാനം, സ്ഥാനമായിട്ടും
ഭുവഹ ഭുവർലോകം, ഭൂതാനം ഭൂതങ്ങൾക്ക് പദം ച സ്ഥാനമായിട്ടും, ഭൂർലോക ഭൂലോകം, മർത്യാദീനാം മനുഷ്യർക്ക് സ്ഥാനമായിട്ടും, സിദ്ധാനാം സിദ്ധന്മാർക്ക്, ത്രിതയാൽപരം ഈ 3 സ്ഥാനങ്ങൾക്കും മീതെയുള്ള മഹർലോകം സ്ഥാനമായിട്ടും ആസീത് മാറി എന്നാണ്. സ്വർഗലോകം ദേവന്മാർക്ക്, നമുക്കറിയാം സ്വർഗത്തിൽ ഉള്ള ആളുകളെ ദേവന്മാർ, ഇപ്പം ദേവന്മാർക്ക് സ്വർഗലോകമാണെന്നും, ഭുവർലോകം അത് ഭൂമിക്കും സ്വർഗത്തിനും ഇടയിലുള്ള സ്ഥാനം ഭൂതപ്രേത പിശാചുകൾക്കും ആണ് എന്നും പറഞ്ഞു. അപ്പോൾ ഭൂലോകം അല്ലെങ്കിൽ ഈ ഭൂമി ഭൂർലോകം അത് മനുഷ്യന്മാർക്ക് വാസസ്ഥാനമായിട്ട് മാറി. എന്നാൽ സിദ്ധന്മാർ, ഭൃഗു വസിഷ്ഠൻ തുടങ്ങിയ സിദ്ധന്മാർക്ക് ഈ 3 ലോകത്തിനും ഉപരിയായിട്ടുള്ള മഹർലോകം അവരുടെ സ്ഥാനമായിട്ട് മാറി എന്ന് പറയുന്നു. പിന്നെ ഭൂമിയുടെ താഴെയുള്ള ലോകങ്ങളുണ്ട്. അതലം, വിതലം, സുതലം, തലാതലം, മഹാതലം, രസാതലം, പാതാളം, അധോസുരാണാം നാഗാനാം ഭൂമേരോഗോസൃജൽ പ്രഭു ത്രിലോക്യാം ഗതയ സർവാ കർമ്മണാം ത്രിഗുണാത്മനാം പ്രഭു. ഇവിടെ ബ്രഹ്മാവ്. അസുരാണാം നാഗാനാം ച അസുരന്മാർക്കും നാഗങ്ങൾക്കും, ഭൂമേ ഭൂമിയുടെ, അധഃ അധോഭാഗത്തിൽ, ഓകഹ അസൃജൽ സ്ഥാനം സൃഷ്ടിച്ചു. ത്രിഗുണാത്മനാം 3 ഗുണങ്ങളിൽ നിന്നുണ്ടായ കർമ്മങ്ങൾക്ക്, ത്രിലോക്യാം 3 ലോകത്തിൽ, സർവാഹ ഗതയഃ എല്ലാ ഗതികളും സംഭവിക്കുന്നു. ഭൂമിയുടെ താഴെയുള്ള അതലാദി സപ്തലോകങ്ങൾ, ബിലസ്വർഗങ്ങൾ എന്ന് അറിയപ്പെടുന്ന ഈ 7 സ്ഥാനങ്ങൾ, അതിൽ അതലം മയൻ്റെ പുത്രനായിരിക്കുന്ന ബലനും, വിതലം ഹാടകേശ്വരൻ എന്നറിയപ്പെടുന്ന സാക്ഷാൽ മഹാദേവനും സ്ഥാനമായി മാറി, സുതലം ബലിയുടെ വാസസ്ഥാനമായി മാറി, അതലം വിതലം സുതലം തലാതലം അത് മയൻ്റെ വാസസ്ഥാനമായി മാറി. അതിനുശേഷം മഹാതലം എന്നുള്ളത് നാഗങ്ങളുടെ സ്ഥാനവും, അതിന് താഴെ രസാതലം നിവാതകവചന്മാർ എന്നറിയപ്പെടുന്ന ആ ദാനവന്മാരുടെ സ്ഥലവും, ഏറ്റവും ഒടുവിൽ അതലം വിതലം സുതലം തലാതലം മഹാതലം രസാതലം പാതാളം, പാതാളം എന്നുള്ളത് സർപ്പങ്ങളുടെ സ്ഥാനമായും മാറി എന്ന് പറയുന്നു. ആ പാതാളത്തിനും താഴെയാണ് സാക്ഷാൽ സംഘർഷണമൂർത്തി. ഇപ്പോൾ ഭൂമിയുടെ കീഴ്ഭാഗത്തുള്ള അതലാദി സപ്തലോകങ്ങൾ അസുരന്മാർക്കും സർപ്പാദികൾക്കും സ്ഥാനമായി മാറി. എല്ലാ പ്രാണികൾക്കും സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം ഇതിൻ്റെ ആധിക്യ ന്യൂനതകൾ അനുസരിച്ച് സത്വഗുണം വർദ്ധിച്ചാൽ പുണ്യവും, തമോ ഗുണം വർദ്ധിച്ചാൽ പാപവും, രജോ ഗുണം വർദ്ധിക്കുമ്പോൾ മിശ്രമായിട്ടുള്ള കർമ്മങ്ങളും ചെയ്യാനായിട്ട് തോന്നും. അപ്പോൾ അങ്ങനെയുള്ള ആ വക കർമ്മങ്ങൾക്ക് സുഖം, ദുഃഖം, മിശ്രം എന്നിങ്ങനെയുള്ള 3 തരത്തിലുള്ള ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഈ ഫലങ്ങളെ അനുഭവിക്കാൻ 3 ലോകങ്ങളിൽ ഉള്ള സ്ഥലങ്ങൾ അത് നിശ്ചയിക്കപ്പെട്ടിരിക്കണമെന്നാണ്. കർമ്മങ്ങളുടെ താരതമ്യമനുസരിച്ച് ഓരോരുത്തർക്കും ഓരോരോ സ്ഥാനങ്ങൾ കിട്ടും. അവരുടെ യോഗ്യതയനുസരിച്ച് സുഖദുഃഖാദികൾ അനുഭവിക്കാനവർക്ക് ബാധ്യത ഉണ്ടാവും. ഇങ്ങനെയാണ് പലതരത്തിലുള്ള ലോകങ്ങൾ ഉണ്ടായത് എന്ന് പറയുന്നു. അല്ലെങ്കിൽ പലതരത്തിലുള്ള ലോകങ്ങൾ ഉണ്ടായതിൻ്റെ ആവശ്യം ഇതാണ് എന്ന് പറയുന്നു. യോഗസ്യ തപസശ്ചൈവ ന്യാസസ്യ ഗതയോ അമല മഹർജനസ്തപസ്സത്യം ഭക്തിയോഗസ്യ മദ്ഗതി. യോഗസ്യ തപസഃ ച യോഗത്തിൻ്റെയും തപസ്സിൻ്റെയും, ന്യാസസ്യ ന്യാസം സന്യാസം സന്യാസത്തിൻ്റെയും, അമലാഹ പരിശുദ്ധങ്ങളായ ഗതയഃ ഗതികൾ, മഹഃ മഹർലോകം, ജനഃ ജനർലോകം, തപഃ തപോലോകം, സത്യം സത്യലോകം ഇവയാണ്. ഭക്തിയോഗസ്യ മദ്ഗതി ഭക്തിയോഗം കൊണ്ടോ എൻ്റെ ലോകത്തിലേക്ക് എത്താൻ സാധിക്കുന്നു. അപ്പം യോഗത്തിനും തപസ്സിനും സന്യാസത്തിനും ആ അന്ധഃകരണത്തെ പരിശുദ്ധി വരുത്താൻ ശക്തിയുണ്ട്, മനസ്സിനെ ശുദ്ധമാക്കുന്നു. അതുകൊണ്ട്
യോഗികൾക്കും തപസ്വികൾക്കും സന്യാസികൾക്കും പുണ്യലോകത്തെ നേടാനായിട്ടുള്ള അവസരം ഉണ്ടാവും. അതിൻ്റെ താരതമ്യമനുസരിച്ച് ആ കർമ്മങ്ങൾ, അവർ ചെയ്യുന്ന പുണ്യകർമ്മങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ച് ഓരോരുത്തർക്കും മഹർലോകം, അതേപോലെ തന്നെ തപോലോകം, സത്യലോകം തുടങ്ങിയ ലോകങ്ങളിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും. മഹർലോകം, ജനർലോകം, തപോലോകം, സത്യലോകം. എന്നാൽ ഭക്തിയോഗം, ഭക്തന് പുനരാവർത്തിരഹിതമായ നിത്യമായ ആശ്രയം ഉണ്ടാവണം. അതിനാണ് സായുജ്യം എന്നൊക്കെ പറയുക. ആ കൈവല്യം സായുജ്യം, സാരൂപ്യം, സാമീപ്യം, സാഷ്ടി തുടങ്ങിയവയൊക്കെയാണ്. അപ്പം ഇതിന് വൈകുണ്ഠത്തിൽ എത്താനുള്ള ഭാഗ്യം കിട്ടണു. വൈകുണ്ഠപ്രാപ്തി, കുണ്ഠിതങ്ങളില്ലാത്ത ലോകം, സുഖദുഃഖങ്ങളെ ഒരുപോലെ കാണാൻ കഴിയുന്ന ലോകം, പുനരാവർത്തിരഹിതമായിരിക്കുന്ന ലോകം. പുനരപി ജനനം പുനരപി മരണം എന്നുള്ളതാണ് സാധാരണ രീതിയിൽ ജീവൻ്റെ അവസ്ഥയെങ്കിൽ ഭക്തന് ഭഗവാന്റെ ലോകത്തിലേക്ക് എത്താൻ സാധിക്കുന്നതോടുകൂടി ഒരു തിരിച്ചുവരവില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരു ജന്മം എടുക്കേണ്ടി വരില്ല എന്ന് ഭഗവാൻ പറയുന്നു. മയാ കാലാത്മനാധാത്ര കർമ്മയുക്തമിദം ജഗൽ ഗുണപ്രവാഹ ഏതസ്മിൻ ഉന്മജ്ജതി നിമജ്ജതി. കാലാത്മനാ ധാത്ര മയാ, കാലസ്വരൂപനും ധാത്ര എന്ന് പറഞ്ഞാൽ ഫലത്തെ കൊടുക്കുന്നവനുമായ എന്നാൽ, കർമ്മയുക്തം ഇതം, കർമ്മങ്ങളോടുകൂടിയ ഈ ലോകം, ഗുണപ്രവാഹേ, ഗുണങ്ങൾ നിമിത്തം പ്രവർത്തിക്കുന്നതായ ഏതസ്മിൻ, ഇതിൽ ഉന്മജ്ജതി നിമജ്ജതി, പൊങ്ങുകയും താഴുകയും അല്ലെങ്കിൽ മുങ്ങുകയും ചെയ്യുന്നു. എന്നെ പ്രാപിക്കുന്നവർക്ക് മാത്രമേ വൈകുണ്ഠപദപ്രാപ്തി ഉണ്ടാവുള്ളൂ. അവർക്കാണ് പുനരപി ജനനം പുനരപി മരണം എന്നുള്ളത് ഇല്ലാതെയാവുള്ളൂ. അപ്പം സ്വരൂപാനന്ദത്തെ അനുഭവിച്ച് പരമാനന്ദത്തിൻ്റെ പരമകാഷ്ഠയിലിരിക്കാൻ ഇത്തരം ആളുകൾക്ക്, ഭക്തിയോഗത്തെ ആശ്രയിക്കുന്ന ആളുകൾക്കേ സാധിക്കുള്ളൂ എന്നാണ്. മറ്റുള്ളവർക്ക് ലഭിക്കുന്ന സ്ഥാനങ്ങൾ അത് നേരത്തെ പറഞ്ഞ മഹർലോകം, ജനർലോകം, തപോലോകം, സത്യലോകം. സത്യലോകത്തിൻ്റെ അധിപതിയായ ബ്രഹ്മാവിന് പോലും 2 പരാർത്ഥം കഴിയുമ്പോൾ നാശമുണ്ട് എന്നാണ്. അപ്പോൾ അവർക്ക് കിട്ടുന്ന ഈ സൗഭാഗ്യങ്ങൾ അത് കുറേ കാലം കൊണ്ടെങ്കിലും നശിക്കുന്നതാണ്. ഈ ഒരു ചിന്ത മനസ്സിൽ ഉറയ്ക്കുമ്പോൾ എന്താവും? ഈ ഭൗതികമായ വിഷയങ്ങളിൽ താല്പര്യം കുറഞ്ഞു വരും. ഇതിനെയാണ് വൈരാഗ്യം അല്ലെങ്കിൽ വിരക്തി എന്ന് പറയാം. വൈരാഗ്യം കൊണ്ട് മാത്രമേ മഹത്തമമായിരിക്കുന്ന ഫലത്തെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. ജനിക്കുന്ന ആളുകൾക്കൊക്കെ കർമ്മങ്ങൾ അനുസരിച്ച് ജീവിക്കേണ്ടി വരും. പല കർമ്മങ്ങളും ചെയ്യേണ്ടി വരും. സത്വാദി ഗുണങ്ങൾ അനുസരിച്ച് കർമ്മങ്ങൾ പലതരത്തിലായിരിക്കും. സത്വഗുണം വർദ്ധിച്ചിരിക്കുമ്പോൾ അത്തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യാൻ തോന്നും. രജോ ഗുണമാണെങ്കിൽ അങ്ങനെ, തമോ ഗുണമാണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഓരോ കർമ്മം കൊണ്ടും ഓരോ തരത്തിലുള്ള ഫലവും ലഭിക്കും. കർമാനുസരണമായിരിക്കുന്ന സുഖദുഃഖാദി ഫലങ്ങൾ അനുഭവിക്കാൻ എല്ലാ ജീവനും ഒരു ശരീരം കിട്ടണം. പുണ്യകർമ്മങ്ങൾ കൊണ്ട് അധിക സുഖം അനുഭവിക്കാനായി സുകൃതികൾ സത്യലോകം വരെ മേൽപോട്ട് ഉയർന്നു പൊങ്ങണം. ചിലരോ പാപകർമ്മം കൊണ്ട് ദുഃഖാനുഭവത്തിനായി പക്ഷികളായും മൃഗങ്ങളായും താഴ്ന്ന യോനികളിൽ വന്ന് പിറക്കുന്നു. അപ്പം അതുകൊണ്ട് സത്വാദി ഗുണങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നവർക്ക് കിട്ടുന്ന ആ സ്ഥാനത്തിന് പോലും സ്ഥിരതയില്ല. അവിടെ നിന്നും അധപ്പതനമുണ്ടാവും, അല്ലെങ്കിൽ പുണ്യം ക്ഷയിച്ചാൽ തിരിച്ചു വരേണ്ടി വരും. ഇവിടെ പറയുകയാണ്, ഉയർന്ന ഗതി ഉത്തമവും താണഗതി നീചവുമായാൽ സത്യലോകം വരെ ഉയർന്നു പോകുന്നവർ സുഹൃതികളും സ്ഥാവരം വരെ താണു വരുന്നവർ പാപികളുമാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇങ്ങനെ ഈ ജീവൻ, ഈ പ്രാണിവർഗം മുങ്ങിപ്പൊങ്ങിക്കൊണ്ടിരിക്കുന്നു. ഉന്മജ്ജതി നിമജ്ജതി എന്ന് പറയുന്നു. അങ്ങനെ സത്യലോകഗതന്മാർ ബ്രഹ്മാവിന് സിദ്ധിക്കുന്ന മുക്തികാലത്തിൽ മുക്തരായിട്ട് തീരും. അവർക്ക് ജനനമരണം പിന്നീട് ഉണ്ടാവില്ല. ഇതിന് ക്രമമുക്തി എന്നാണ് പറയുക. ക്രമമുക്തി, സദ്യോന്മുക്തി, ഇതൊക്കെ നമ്മൾ നേരത്തെ ഭാഗവതത്തിൻ്റെ തുടക്കത്തിൽ അതൊക്കെ കേട്ടു. പിന്നെ
അണുബൃഹത് കൃശസ്ഥൂലോ യോയോഭാവ പ്രസിദ്ധ്യതി സർവോപ്യുഭയ സംയുക്ത പ്രകൃത്യ പുരുഷേണ ച. അണുഹു ഏറ്റവും ചെറിയ ആ കാലത്തിൻ്റെ ഏറ്റവും ചെറിയ അവസ്ഥയ്ക്കാണ് അണു എന്ന് പറയുക. ഏറ്റവും ചെറിയ പദാർത്ഥമോ അണുവാണ്. ബൃഹത്ത് എന്ന് പറഞ്ഞാൽ അണുവിൻ്റെ നേരെ വിപരീതം, ഏറ്റവും വലിയ പദാർത്ഥം. കൃശഃ മെലിഞ്ഞത്, സ്ഥൂലഃ തടിച്ചത്. യാ യാ ഭാവഃ ഏതേതു പദാർത്ഥം പ്രസിദ്ധ്യതി പ്രസിദ്ധമായിരിക്കുന്നുവോ സർവ അപി അത് മുഴുവൻ പ്രകൃത്യ പുരുഷേണ ച പ്രകൃതിയോടും പുരുഷനോടും ഉഭയസംയുക്ത രണ്ടിനോടും ചേർന്നിരിക്കുന്നതാണ് എന്ന് പറയുകയാണ്. സാഖ്യയോഗത്തെക്കുറിച്ച് പറയുമ്പോൾ സൃഷ്ടിക്രമത്തെക്കുറിച്ച് പറഞ്ഞു. എന്തിനായി സൃഷ്ടിക്രമത്തെക്കുറിച്ച് പറഞ്ഞത്? എല്ലാത്തിലും ഭഗവാൻ മിന്നിത്തിളങ്ങുന്നു. ആത്മാവ്, ഏകനായ ആത്മാവ് സർവമായിട്ട് പ്രകാശിച്ചു എന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിൽ ഒന്ന് മാത്രമേ ഉള്ളൂ, രണ്ടില്ല. അതിനെക്കുറിച്ച് പറയുന്ന ശാസ്ത്രമാണ് സാഖ്യശാസ്ത്രം എന്നുള്ളത്. അപ്പോൾ ഒന്ന് മാത്രമേ ഉള്ളൂ, രണ്ടില്ല എന്ന അറിവുണ്ടാകുമ്പോൾ പലതായി കാണുന്നതൊക്കെയും ഒന്നിൻ്റെ അവസ്ഥാഭേദങ്ങളാണ് എന്ന് അറിയാൻ സാധിക്കും. അപ്പോൾ എല്ലാത്തിനെയും സ്നേഹിക്കാൻ സാധിക്കും, ഒന്നിനെയും വെറുക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ വെറുക്കാതിരിക്കാനുള്ള മനസ്സും സ്നേഹിക്കാനുള്ള മനസ്സും, ഇതാണ് ഭക്തി. ഭക്തി എന്ന് പറഞ്ഞാൽ ഭഗവാനിലുള്ള ആസക്തി. എല്ലാം ഭഗവാനാണെന്ന് പറയുമ്പോൾ എല്ലാത്തിനെയും സ്നേഹിക്കാൻ തോന്നും. അപ്പോൾ എല്ലാത്തിനെയും സ്നേഹിക്കുമ്പോൾ ഒന്നിനെയും വെറുക്കാൻ സാധിക്കാതെയാവും. അങ്ങനെ അതുകൊണ്ട് ഭക്തി ഉണ്ടാവാൻ സൃഷ്ടിയുടെ സമ്പ്രദായം അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാര്യം കാരണഗുണത്തെ അനുസരിക്കും. അത് നമുക്കറിയാം ഇല്ലേ? ലോകത്തിൽ കാണപ്പെടുന്ന പരമാണു മുതൽ പർവ്വതം വരെ, പർവ്വതം എന്നുള്ളത് ഏറ്റവും വലുത് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം, അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള സകല പദാർത്ഥങ്ങളും പ്രകൃതി പുരുഷ സംയോഗം കൊണ്ട് ഉണ്ടായതാണ്. പരമാത്മാവിൻ്റെ ആദ്യത്തെ വിജൃംഭണം പ്രകൃതിയും പുരുഷനുമായിട്ടാണ് എന്ന് നമ്മൾ നേരത്തെ കേട്ടു, പലയിടത്തുമായിട്ട് പറഞ്ഞു. അപ്പോൾ ഏതൊരു പദാർത്ഥം കാണപ്പെടുന്നതായാലും അതൊക്കെ തന്നെയും പ്രകൃതി പുരുഷന്മാരോട് ചേർന്നിരിക്കുന്നതാണ് എന്ന് മനസ്സിൽ ഉറപ്പിക്കാറാവണം. സാഖ്യയോഗത്തെ പറയുമ്പോൾ സാഖ്യയോഗം അതാണ് പറയണത് അല്ലേ? ഒന്നേ ഉള്ളൂ, അദ്വൈതം. ദ്വൈതമില്ല, ദ്വൈതമില്ലാത്ത അവസ്ഥയാണ് അദ്വൈതം. രണ്ട് എന്നൊന്ന് ഇല്ല എന്ന് കാണിക്കുന്നു. എന്നിട്ട് പറയാണ് യസ്തു യസ്യ ആദിരന്തശ്ച സവൈ മധ്യം ച തസ്യ സൻ വികാരോ വ്യവഹാരാർത്ഥോ യഥാ തൈജസ പാർത്ഥിവാഹ യസ്യ ആദിഹി അന്തഃ ച ഏതൊന്നിൻ്റെ ആദിയും അവസാനവും യതു ഏതാണോ തസ്യ മധ്യം ച അതിൻ്റെ മധ്യവും സയേവസൻ അതായിട്ട് തന്നെ ഇരിക്കുന്നു. വികാര വ്യത്യസ്ത രൂപം വ്യവഹാരാർത്ഥ പെരുമാറ്റത്തിന് വേണ്ടി മാത്രം ഉള്ളതാണ്. യഥാ തൈജസ പാർത്ഥിവാഹ പൊന്നുകൊണ്ടും മണ്ണുകൊണ്ടും ഉണ്ടാക്കുന്ന പദാർത്ഥങ്ങൾ പോലെ. വേദാന്തികൾ പറയുന്ന ഉപമ തന്നെയാണ് ഇവിടെയും ഈ ഭാഗത്തിലും വേദാന്ത സാരമായിരിക്കുന്ന ഈ ഉദ്ധവോപദേശത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാര്യം കാരണസ്വരൂപമാകുന്നു എന്ന് പറഞ്ഞു ഇല്ലേ? ഇപ്പം ഏതൊരു സാധനം ഏതൊന്നിൽ നിന്നുണ്ടാവുന്നു, ഏതൊന്നിൽ ലയിക്കുന്നു, അതിൻ്റെ ആ മധ്യമത്തിലും ആദിയിലും അന്ത്യത്തിലും മാത്രമല്ല മധ്യത്തിലും മധ്യമമായ അവസ്ഥയിലും അത് തന്നെയാണ്. അന്യമായ സ്വരൂപം യഥാർത്ഥത്തിലില്ല. പക്ഷേ അതിൻ്റെ ആകൃതി അല്ലെങ്കിൽ രൂപം ഒക്കെ വെച്ചിട്ട് അതിന് പല പേരുകൾ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. നോക്കൂ, ആലോചിച്ച് നോക്കൂ. സ്വർണം, ആ സ്വർണം കൊണ്ട് പല സാധനങ്ങൾ ഉണ്ടാക്കുന്നു. ഈ സാധനങ്ങൾ കഴുത്തിലണിയുമ്പോൾ അതിന് മാലയെന്നും, കാലിലണിയുമ്പോൾ അതിന് പാദസരമെന്നും, കയ്യിലണിയുമ്പോൾ വളയെന്നും, വിരലിലണിയുമ്പോൾ അതിന് മോതിരമെന്നും ഒക്കെ പല പല പേരുകൾ. അത് മൂക്കിലാവുമ്പോൾ അത് മൂക്കുത്തിയായി ഇല്ലേ?
അരയിലാകുമ്പോൾ അത് ഒഡ്യാണമായി, അല്ലെങ്കിൽ അരഞ്ഞാണമായി, കിങ്ങിണിയായി, ഇങ്ങനെ പല പേരുകൾ പറയാറുണ്ട്. സത്യത്തിൽ അതെന്താണ്? അത് സത്യത്തിൽ സ്വർണം തന്നെയാണ്. ഇതേപോലെ മണ്ണുകൊണ്ട് ഉണ്ടാക്കണു, കുട ഉണ്ടാക്കണു, ചട്ടി ഉണ്ടാക്കണു, കലമുണ്ടാക്കണു, ചെരാതുണ്ടാക്കണു, അങ്ങനെ പല സാധനങ്ങളും ഉണ്ടാക്കണുണ്ട്. അതിന് പല പേരുകൾ പറയുമെങ്കിലും നമ്മളെന്താ പറയുക? ഇതെന്താ? ഇത് മണ്ണാണ് എന്ന് പറയും. ഇതേപോലെ ഈ ലോകത്തിൽ ഓരോ തരത്തിലുള്ള ആവശ്യം നിവർത്തിക്കാൻ കൊടുത്തുവാങ്ങൽ ക്രമത്തിൽ നടത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇതിന് പല പേരുകൾ കൽപ്പിച്ചിരിക്കുന്നു. ഇതേപോലെ ജീവികളുടെ പുണ്യ പാപാവസ്ഥകൾ അനുസരിച്ച് സുഖദുഃഖങ്ങൾ അനുഭവിക്കാൻ ശരീരങ്ങളും അതിന് ഭോഗ്യപദാർത്ഥങ്ങളും ആവശ്യമാണ്. അപ്പോൾ ഈ പ്രകൃതി പുരുഷ സംയോഗം കൊണ്ട് പല പദാർത്ഥങ്ങൾ ഉണ്ടാവും. യഥാർത്ഥത്തിൽ അതൊക്കെ എവിടെ നിന്നുണ്ടായതാണ്? ഈശ്വരനിൽ നിന്നുണ്ടായതാണ്. യഥാർത്ഥത്തിൽ ഐക്യരൂപവും യഥാർത്ഥത്തിൽ നാനാത്വവും. അതുകൊണ്ട് കാര്യം കാരണത്തിൽ നിന്ന് വേറിട്ടിരിക്കണില്ല. കാരണമാണ് എല്ലാം, അല്ലേ? ഇതേപോലെ ഇവിടെ ആ കാര്യം കാരണത്തിൽ നിന്ന് വേറിട്ടിരിക്കണില്ല. പവൻ, അരപ്പവൻ, കാൽപ്പവൻ തുടങ്ങിയ രൂപഭേദങ്ങളെ ആശ്രയിച്ച് ഇരിക്കുമ്പോഴും അതിൻ്റെ വിലയും സ്വരൂപവും സ്വർണത്തിനുള്ളത് തന്നെയാണ്. കാൽപ്പവൻ സ്വർണത്തിന് ഒരു വിലയുണ്ട്, പക്ഷേ അത് സ്വർണത്തിൻ്റെ വിലയുടെ താരതമ്യത്തിൽ വരുന്നതാണ്. അതിന് വെള്ളിയുടെ വിലയല്ല. കാൽപ്പവനായാലും അരപ്പവനായാലും ഒരു പവനായാലും അതിന് സ്വർണത്തിൻ്റെ വിലയാണ് എന്നുള്ളത് പോലെ. ഇപ്പോൾ വില എന്തിനാ കൊടുക്കുന്നത്? നമ്മൾ സ്വർണത്തിനും, അതല്ലെങ്കിൽ കുടം, കലം തുടങ്ങിയ രീതിയിലാണെങ്കിൽ മണ്ണിനുമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് തൈജസ പാർത്ഥിവ എന്ന് പറഞ്ഞത്, പൊന്നുകൊണ്ടും മണ്ണുകൊണ്ടും. അപ്പോൾ ഈ പെരുമാറ്റം ആഭരണങ്ങളും പാത്രങ്ങളും മാത്രം കൊണ്ടാണ് എന്ന് നമ്മൾ ഉറപ്പിക്കണം. വ്യത്യാസം ആ രൂപത്തിലും നാമത്തിലും മാത്രമാണ്. അതിൻ്റെ യഥാർത്ഥമായ അവസ്ഥ എന്ന് പറയുന്നത് സ്വർണമാണ്, അല്ലെങ്കിൽ മണ്ണാണ്. ഇത് മനസ്സിലാക്കുമ്പോൾ എന്താവും? എല്ലാം ഇതുപോലെ ഈ ലോകം മുഴുവൻ ഈശ്വരനാണ് എന്ന ബോധ്യത്തിലേക്ക് എത്തും. അങ്ങനെ വരുമ്പോൾ ഭക്തി ഉറയ്ക്കും, ജ്ഞാനവൈരാഗ്യങ്ങൾ ഉണരും. അപ്പം അതുകൊണ്ട് ഈ രീതിയിൽ ചിന്തിക്കാൻ പറയുകയാണ് ഭഗവാൻ ഉദ്ധവൻ്റെ അടുത്ത്. ആ 17ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മളെ ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. നാളെ 18ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് ആരംഭിക്കാം. ഈ സാഖ്യയോഗത്തെ കുറിച്ച് തന്നെയാണ് നാളെയും നമ്മൾ കേൾക്കുക. അതിനൊക്കെ ഭഗവാൻ വേണ്ട പോലെ അനുഗ്രഹവും അനുവാദവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരേ നമഃ. രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം, ജ്ഞാനം, ഭക്തി എന്നിവ നൽകിയിടും, വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമല മഥനി
പാപവിനാശിനി സതതം സേവയെ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തുതേ.
കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.